ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ സുധീനെ കാണുന്നുണ്ട് അല്ലേ. പിച്ചക്കാരൻ്റെ വേഷത്തിൽ സച്ചി നമ്മുടെ സുധീനെ കാണുമ്പോൾ സച്ചിക്കാണെങ്കിലോ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് സുധി അവിടെ നിന്ന് നിപ്പിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ സുധി ആണെങ്കിലോ വീട്ടിലോട്ട് കയറാൻ മടിക്കുന്നുണ്ട്. അമ്മയും ശ്രുതിയും ഒക്കെ സുധീനെ ഈ വേഷത്തിൽ കണ്ട വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്. സച്ചി ആണെങ്കിലോ അവനെ ബലമായി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് വാടാ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ അയ്യോ ഈ പിച്ചക്കാരനെയൊന്നും വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ അങ്ങനെ വിളിക്കലൊന്നും നിർത്തിക്കേ, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട് അമ്മ ഇത് ഞാനാണ്, സുധിയാണ്, അല്ലാതെ പിച്ചക്കാരനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഈ വേഷത്തിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ട്. ഒരു പണിയും ചെയ്യാത്ത സുധി ഈ പിച്ചക്കാരൻ്റെ വേഷമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കാര്യം എന്തോ സീരിയസ് ആണെന്ന് ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയും രവി ഓടി വന്ന് സുധീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിലും ഇതൊക്കെ കണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് സുധീനെ അങ്ങനെ കാണേണ്ടി വന്നതിൽ ചന്ദ്രയും രവിയും ഒക്കെ കരയുന്നുണ്ട്. സുധിയോട് പറയുന്നുണ്ട് നിനക്ക് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ പിന്നെയും തല്ലി. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആരെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട് അച്ഛനെ അല്ല, പക്ഷെ റോഷനെ സച്ചിയേട്ടൻ തല്ലി, എന്നെ ശല്യം ചെയ്യാൻ വന്ന് റോഷനെ സച്ചിയേട്ടൻ പഞ്ഞിക്കിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ശ്രീകാന്തിന് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് വർഷ നമുക്ക് വീട്ടിലോട്ട് പോവാം ശ്രീകാന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നമുക്ക് വരും എപ്പിസോഡുകളിൽ വർഷയും ശ്രീകാന്തും ഒക്കെ ചന്ദ്രോദയത്തേക്ക് തിരിച്ചു പോകുന്നൊക്കെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.